2023 നടന്ന സോഷ്യൽ സയൻസിന്റെ ആനുവൽ എക്സാം ചോദ്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ് ചർച്ച ചെയ്തത്. ഇന്ന് രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാന സവിശേഷതകളിൽ ഒന്നായ പാർലമെന്ററി ഭരണ സമ്പ്രദായത്തെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. പ്രിപ്പയർ എ നോട്ട് ഓൺ ദ പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ്. ഈ ഒറ്റ വാക്കാലോചിക്കുക, പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ്. ഇത് എഴുതാനുള്ള എളുപ്പത്തിൽ ഇങ്ങനെ ചിന്തിക്കുക, എന്താണ് പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ്? അതായത് നമ്മൾ പാർലമെന്റ് എന്ന് കേട്ടിട്ടുണ്ട്. ഈ പാർലമെന്റ് എന്ന് പറയുന്നത് ആര് കൂടിച്ചേർന്നതാണ്? രാജ്യസഭ, ലോക്സഭ, പ്രസിഡന്റ് എന്നിവർ കൂടിച്ചേർന്നതാണ്. പ്രസിഡന്റ് ഉണ്ട്, ലോക്സഭ മെമ്പേഴ്സ് ഉണ്ട്, രാജ്യസഭ മെമ്പേഴ്സ് ഉണ്ട്. അപ്പോ ഇവരെ സെലക്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് ജനങ്ങൾ അവരുടെ റെപ്രസെന്റേറ്റീവ്സിനെ എന്ത് ചെയ്യുന്നു? സെലക്ട് ചെയ്യുന്നു. People elect their representatives through universal adult franchise to govern the country. Universal adult franchise. വോട്ടവകാശം എന്നാണ്, പ്രായപൂർത്തി വോട്ടവകാശം. വോട്ടവകാശത്തിലൂടെ ജനങ്ങൾ ആരെ തിരഞ്ഞെടുക്കുന്നു? അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു. The elected members function as a council of people's representatives. അപ്പൊ ഈ തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർ ജനങ്ങളുടെ പ്രതിനിധികളാണ്. And they function as a council of people's representatives. This council of representatives is known as parliament. ഇങ്ങനെ ഈ ജനങ്ങളുടെ പ്രതിനിധികളുടെ കൗൺസിലിനെയാണ് പാർലമെന്റ് എന്ന് പറയുന്നത്. പാർലമെന്ററി സിസ്റ്റം is a form of government formed by the elected representatives. ഈ ഒരു വരി എഴുതിയാലും മതിയാകും. Law making is the major function of the parliament. പാർലമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് എന്താണ്? നിയമ നിർമ്മാണമാണ്, ലാ മേക്കിംഗ് ആണ്. 3 ബ്രാഞ്ചസ് ഉണ്ടെന്നോ കൂടെ ആലോചിക്കുക. ഡെമോക്രസിയുടെ 3 പില്ലേഴ്സ് എന്നോ, അതില് ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ് എന്നുള്ള പദങ്ങളും കൂടി ആലോചിച്ച് വെച്ചേക്കുക. പാർലമെന്ററി ഭരണ സമ്പ്രദായം. ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധി സഭയിലൂടെ ഭരണം നടത്തുന്ന സംവിധാനമാണ് പാർലമെന്ററി ഭരണ സംവിധാനം. ജനങ്ങൾ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? അവരുടെ വോട്ടവകാശത്തിലൂടെയാണ്, പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെയാണ് പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത്. ഈ തിരഞ്ഞെടുക്കപ്പെട്ടവർ ചേർന്ന് ഒരു ജനപ്രതിനിധി സഭയായിട്ട് പ്രവർത്തിക്കുന്നു. ഈ പ്രതിനിധി സഭയാണ് പാർലമെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. മൂന്നാമത്തെ ചോദ്യം, ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ ആണ്. ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്, ഉറപ്പായിട്ടും ഇതൊരു ചോദ്യം ഉണ്ടായിരിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്. ഓരോ ഏജൻസീസും നമ്മളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് മാത്രം ഇതിൽ നിന്ന് ആലോചിച്ചാൽ മതിയാകും. ആദ്യത്തെ ക്വസ്റ്റ്യൻ, സാമൂഹീകരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? വാട്ട് ഈസ് സോഷ്യലൈസേഷൻ? കുടുംബത്തിൽ നിന്ന് എന്തെല്ലാം ഗുണങ്ങൾ ശീലിക്കുന്നു? വാട്ട് ആർ ദ ക്വാളിറ്റീസ് ദാറ്റ് വി ഇന്റേണലൈസ് ഫ്രം ഫാമിലീസ്? ഈ 2 ചോദ്യങ്ങളാണ് ടോപ്പിക്കിൽ ചോദിച്ചിട്ടുള്ളത്. സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ദാറ്റ് എനേബിൾസ് ആൻ ഇൻഡിവിജ്വൽ ടു ലിവ് ഇൻ ദ സൊസൈറ്റി. സമൂഹത്തിൽ ഒരു മനുഷ്യൻ ഇടപഴകാൻ പഠിക്കുന്ന പ്രക്രിയയാണ് സോഷ്യലൈസേഷൻ. അതിലെ പ്രധാനപ്പെട്ട ഏജൻസീസ് ഫാമിലി, പിയർ ഗ്രൂപ്പ്, സ്കൂൾ, മാസ് മീഡിയ. അതിനോടൊപ്പം രാഷ്ട്രം എന്നാണ് സാമൂഹികരണ ഏജൻസിയാണ്. ഇത് LPSA പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. വ്യക്തിയുടെ മേൽ അധികാരം ഉള്ള ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം രാഷ്ട്രമാണ്. ഇത് ഒരു തവണ ടീച്ചേഴ്സ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതായിരുന്നു PSC ലെവലില്. അപ്പോ ആലോചിക്കുക, വ്യത്യസ്ത തരത്തിലുള്ള ഏജൻസീസ് ഉണ്ട്. കുട്ടികൾക്ക് ഈ 4 പഠിച്ചാൽ മതിയാവും, പുസ്തകത്തിലുള്ള 4. അതില് ഓരോന്നിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തെല്ലാം എന്നുള്ള കാര്യങ്ങൾ കൂടി ചേർത്താണ് ഈ ടോപ്പിക്ക് കംപ്ലീറ്റ് ആവേണ്ടത്. പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതുകയാണെങ്കിൽ ഈ ബ്ലാക്ക് ലെറ്റേഴ്സിൽ നൽകിയിരിക്കുന്ന അഫെക്ഷൻ, സിമ്പതി, സാക്രിഫൈസ്, റെസ്പെക്ട്, ബ്രദർഹുഡ് തുടങ്ങിയ കാര്യങ്ങൾ ഒരു 6 8 എണ്ണം എഴുതുക. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ 1 വേർഡ് മാത്രമേ ആയുള്ളൂ. ഇനി അതേസമയം അതിനൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ എഴുതുകയാണെങ്കിൽ 4 എണ്ണം മതിയാകും. ലേൺ ഗുഡ് മാനേഴ്സ് ആൻഡ് ഹാബിറ്റ്സ് ഫ്രം പാരന്റ്സ്. അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്നതിന് എന്ത് ചെയ്താലും മതി, സെന്റൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആക്കിയാലും മതി. It is the parents who transact the primary lessons of socialization to a child. Family functions as the first social unit. എന്നുള്ള കാര്യവും കൂടെ ആലോചിക്കുക. ഓർത്തിരിക്കാൻ ഈ പറഞ്ഞ ഏരിയയിൽ നിന്നും ചോദിച്ചാൽ
പിയർ ഗ്രൂപ്പ് ചോദിക്കാം, സ്കൂൾ ചോദിക്കാം, ഫാമിലി ചോദിക്കാം, അതിനോടൊപ്പം മീഡിയ ചോദിക്കാം. ഇത് ഏത് ചോദിച്ചാലും ഈ കൊടുത്തിരിക്കുന്ന ഒരു 25ഓളം വൺ വേർഡ് ഉണ്ട്, ഗുണങ്ങളുണ്ട്. ഇതിൽ നിന്ന് അനുയോജ്യമായിട്ടുള്ള വാക്കുകൾ എഴുതിയാലും മതിയാകും. ഓർത്തിരിക്കാൻ പറ്റുന്ന വാക്കുകൾ ഒരു 10 കാണാതെ അടിച്ചു വെച്ചേക്കാം. ഗുണങ്ങളാണ്, ഇതെല്ലാം ഗുണങ്ങളാണ്, ഒരു പേഴ്സണിൽ ഉണ്ടാവേണ്ട ഗുണങ്ങളാണ്. അപ്പൊ ഈ ഒരു രീതിയിൽ ഇത് നല്ല രീതിയിൽ ഓർത്തിരുന്നാൽ സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. പിന്നെ ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കുന്നു, ഇതൊരു 5 എഴുതുന്നു എന്ന് വിചാരിക്കുക. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 5 തന്നെ പഠിച്ചു വെച്ചേക്കാം. 5 പഠിച്ചു വെച്ചിട്ട് അത് എഴുതുന്നു. അതിനോടൊപ്പം എന്നും കൂടെ എഴുതണം, 2-3 സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലും കൂടെ 1-2 സെന്റൻസും കൂടെ എഴുതുക. എങ്കിലേ നമുക്ക് പൂർണ്ണമായിട്ടും ഫുൾ മാർക്ക് ലഭിക്കും. സ്കൂൾ ഉദാഹരണമായിട്ട് സ്കൂൾ ഇവിടെ നൽകിയിരിക്കുന്നു. സ്കൂളില് കൊളാബറേഷൻ ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഡിസിപ്ലിൻ ഉണ്ട്, ടൈം മാനേജ്മെന്റ് ഉണ്ട്. അപ്പൊ ഈ ടൈം മാനേജ്മെന്റും ഡിസിപ്ലിനും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ ചെയ്തേ പറ്റൂ. Following rules and meeting expectation. We need to follow certain rules in school. So we create a discipline, a self-discipline. Time management, prioritizing tasks and managing time efficiently. Schools impart knowledge and it inculcates values. So schools help in socialization by training students to abide by the rules. ഇപ്പൊ കൂട്ടുകാരോടൊപ്പം ഇല്ലെങ്കിൽ വ്യത്യസ്തമായ സോഷ്യൽ യൂണിറ്റുകളോടൊപ്പം, അംഗങ്ങളോടൊപ്പം നമ്മൾ ഒത്തുചേർന്ന് ഇടപഴകുന്ന ആദ്യത്തെ ഇടമാണ് കുട്ടിയുടേത് എന്ത്, ഫാമിലി കഴിഞ്ഞിട്ടുള്ളത് സ്കൂൾ. ഓക്കെ, ഏതെങ്കിലും കാര്യങ്ങള് സെന്റൻസ് ടൈപ്പിലും കൂടി എഴുതാൻ ഓർത്തിരിക്കുക. ഇവിടെ ഒരു 13 പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും പഠിക്കാൻ എളുപ്പമുള്ള 4 ഓർത്തിരിക്കുക. സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാൻ ഇതായിരിക്കും വളരെയധികം എളുപ്പമായിട്ടുള്ളത്. 4ാമത്തെ ചോദ്യം പോസ്റ്റർ മേക്കിംഗ് ആണ്. പോസ്റ്റർ മേക്കിംഗ് പരീക്ഷയ്ക്ക് ചോദിക്കുക. കാരണം 6ാം ക്ലാസ്സിന്റെ ലാസ്റ്റ് ചാപ്റ്ററിൽ ഇത്തരത്തിലൊരു ഭാഗം നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. 6ാം ക്ലാസ്സിന്റെ ലാസ്റ്റ് ചാപ്റ്ററിൽ 7 പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട്, ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് പോസ്റ്റർ അങ്ങനെ ചോദിച്ചാലേ ഉള്ളൂ. അപ്പോ ഇവിടെ കൊടുത്തിരിക്കുന്നത് എയർ പൊല്യൂഷൻ ആണ്. എയർ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ തയ്യാറാക്കുക. സിമ്പിൾ ആയിട്ട് ആലോചിക്കുക. നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ എന്ത് ചെയ്യാം, അതുപോലെ നിങ്ങളുടെ പോസ്റ്ററിൽ ഉൾപ്പെടുത്താം. അതിലിപ്പോ ഇച്ചിരി കുറച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നെ അവിടെ വെച്ച് പ്രിന്റ് അച്ചടിക്കാം. അതിന്റെ മണ്ടേ കൂടെ വരച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, അതിന്റെ ഒരു അച്ച താഴെ കിട്ടും. അത് നോക്കി വരയ്ക്കാം. വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ആ ഒരു രീതിയും കൂടെ അവലംബിക്കുക. പോസ്റ്റർ മേക്കിങ്ങില് നമുക്ക് എന്തൊക്കെ ഉൾപ്പെടുത്താം. നിങ്ങൾക്ക് ഇവിടെ ഒരു മോഡലായിട്ടൊരു പോസ്റ്റർ ഇവിടെ നൽകിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു കോളം വരച്ച് അതിനകത്ത് എഴുതുന്നതായിരിക്കും നല്ലത്. ആദ്യമേ എഴുതിയതിനു ശേഷം കോളം വരയ്ക്കുക. പേപ്പർ ചരിച്ചു വെച്ച് എഴുതിയാലും കുഴപ്പമില്ല. നമ്പർ ഇടുക, ചോദ്യ നമ്പർ ഇടുക, അതിനുശേഷം എഴുതുക. മുകളില് ഹെഡിങ്, അത് ക്യാച്ച് ആയിരിക്കണം, ഷോർട്ട് ആയിരിക്കണം. നമ്മൾ ഏത് കൺസെപ്റ്റ് ആണോ പറയുന്നത് ആ കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം അല്ലെങ്കിൽ ഹെഡിങ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ചിത്രം ഉൾപ്പെടുത്തണം. ചിത്രം ഉൾപ്പെടുത്താൻ നിങ്ങളെ കൊണ്ട് വരയ്ക്കാൻ കഴിയുന്ന ചെറിയ ചിത്രങ്ങൾ വരയ്ക്കുക. ഇപ്പൊ ഈ ഒരു കൺസെപ്റ്റിൽ ഇത് മരമാണ് വരച്ചേക്കുന്നത്. മരത്തിന്റെ അകത്ത് പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട പൂക്കുഴലുകളും ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്തേക്കുന്നു. എയർ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട പറയേണ്ട കാര്യങ്ങളാണെങ്കിൽ ഇപ്പൊ പ്ലാസ്റ്റിക് കത്തിക്കുന്നു, സാധനങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുന്ന ഫയറിന്റെ ഒരു ചിത്രം വരയ്ക്കാം. വാഹനങ്ങളിൽ നിന്ന് പുറന്തള്ളുന്നു, പുക പുറന്തള്ളുന്നു, അത് വരയ്ക്കാം. നമ്മുടെ പുസ്തകത്തിൽ കണ്ടത് അല്ലെങ്കിൽ നമ്മുടെ ചോദ്യത്തിൽ കണ്ടതുപോലെ ഫാക്ടറികളിൽ നിന്നുള്ള മലിനീകരണം, അതിന്റെ ഒരു പൂക്കുഴലും ബാക്കിയുള്ളതും വരയ്ക്കാം. ഈ പദങ്ങൾ ആലോചിച്ചേക്കുക. കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, NO2 ആണെന്ന് വിശ്വസിക്കുന്നു. കാർബൺ മോണോക്സൈഡ്, CO. ഈ പദങ്ങളും കൂടെ ഒന്ന് അതിനനുസരിച്ച് വെറുതെ എഴുതി വെച്ചാൽ ഒരു എന്താണ്, ഒരു കീ പോയിന്റ് ആണ്. അങ്ങനെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തുക. ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയതിനു ശേഷം നമ്മൾ എന്താണ് പോസ്റ്ററിൽ പറയുന്നത്, എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നോക്കുക. അപ്പൊ ഇവിടെ എയർ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പറയണമെങ്കിൽ അത് പറയാം. എയർ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് രോഗങ്ങൾ ഉണ്ടാകാം, കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാവാം. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. ഇനി അതിനെ തടയാൻ എന്ത് ചെയ്യാം എന്നുള്ള കാര്യമാണെങ്കിൽ പറയാം. അപ്പൊ ഞാൻ അവിടെ
തടയാൻ എന്ത് ചെയ്യാമെന്നുള്ളത് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതിന്റെ പ്രശ്നങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയോട്ട് സ്ഥലമുള്ളിടത്തോട്ട് ഒന്നോ രണ്ടോ പോയിന്റ് എഴുതാവുന്നതാണ്. അപ്പൊ അതിനെ തടയാൻ വേണ്ടി ഹൗ ടു സോൾവ് എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ എഴുതാം. Breathe easy, plant more trees, reduce emission, recycle and reuse, conserve energy, educate. ഹെഡിങ് മാത്രം കൊടുത്താൽ മതിയാവും. അതിനെ വിശദീകരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു സ്ലോഗൻ പോലെ ഉൾപ്പെടുത്താൻ കഴിയുന്ന ഏതെങ്കിലും ഡയലോഗുകൾ ഉണ്ടെങ്കിൽ അത് ഉൾപ്പെടുത്തുക. ഇവിടെ ഗ്രീൻ എനർജി, ക്ലീൻ എനർജി എന്ന് പറഞ്ഞേക്കുന്നത് പോലെ, പ്ലാന്റ് മോർ ട്രീസ് എന്ന് പറയുന്ന പോലെ എപ്പോഴും എല്ലാത്തിലും എഴുതാൻ പറ്റുന്ന മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്ന് പറയുന്ന പോലെ ക്യാച്ച് ആയിട്ടുള്ള സ്ലോഗൻസ് ഉൾപ്പെടുത്തിയാൽ അതും നമുക്ക് മാർക്ക് സ്കോർ ചെയ്യും. അപ്പോ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ഒന്നും കൂടെ ഒന്ന് ഓടിച്ചു പറയുന്നു. ഒരു കോളം ബോക്സ് വേണം, ഒരു തലക്കെട്ട് വേണം, വായുമലിനീകരണത്തിന്റെ കാരണങ്ങൾ. ഇപ്പൊ നിങ്ങൾക്ക് ഏതാണോ, ഇപ്പൊ ജലമലിനീകരണം ആണെങ്കിൽ ജലമലിനീകരണത്തിന്റെ കാരണങ്ങൾ, അതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത് കുറയ്ക്കാൻ എന്ത് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ എഴുതണം. വ്യത്യസ്ത നിറങ്ങളിലുള്ള ചിത്രങ്ങൾ ഉപയോഗിക്കുക. 3R മെത്തേഡ്, 3R മെത്തേഡ് എന്നൊക്കെ വലുതായിട്ട് എഴുതാം. 3R എന്നിട്ട് ഈ ഒരു ആരോ വരച്ച് റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ എന്ന് എഴുതിയ ഇതൊരു ചിത്രമാവും. ഇതിന് കളർ കൊടുക്കാൻ നിങ്ങളുടെ കളർ സ്കെച്ച് ഇല്ല എങ്കിൽ പേന, 2 കളറിലുള്ള പേന ഉപയോഗിക്കുക, കൊണ്ടുപോവുക. നീലയും കറുപ്പ് ഉപയോഗിക്കുക. ചുവപ്പ് പച്ചയൊന്നും ഉപയോഗിച്ച് കളയരുത്. കളർ ഉണ്ടെങ്കിൽ മാത്രമേ ഉപയോഗിക്കാവൂ, അല്ല പേന വെച്ച് വരച്ച് കളയരുത് പേപ്പറിൽ. പിന്നെ പെൻസിൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. ഷെയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ കോളങ്ങൾ ചെയ്യുക. പേന ഉപയോഗിച്ച് തന്നെ ഷെയ്ഡ് ചെയ്യാൻ കഴിയുന്നത് അങ്ങനെ ചെയ്യുക. ഇത്തരത്തിൽ കളർ ചെയ്യുക എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ കംപ്ലീറ്റ് ചെയ്ത ടോപ്പിക്കുകൾ ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കുക. നാളെ ചോദ്യം 5 മുതൽ 8 വരെയുള്ള